ഹലോ, ഞാൻ ഡോക്ടർ സിൻസി തോമസ്. എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ അൻവർ. ഞങ്ങൾ ഇന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദുബായിലുള്ള ഡോക്ടർ സഫീനാസ് വെൽനസ് ക്ലിനിക്കിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് പീഡിയാട്രിക് റീഹാബായ കാൻഡിൽ, സ്പെഷ്യൽ ഓട്ടിസം ആൻഡ് സ്പീച്ച് ക്ലിനിക്. കാൻഡിലിൻ്റെ ഒരു ഫുൾ ഫോം പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് സെൻറ്റർ ഫോർ ഓട്ടിസം, ന്യൂറോ ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് എക്സലൻസ്. ഇവിടെ കൂടുതലും വി ഡീൽ വിത്ത് ചിൽഡ്രൻ വിത്ത് ഓട്ടിസം, ഡെവലപ്മെൻറ്റൽ ഡിലേ, സ്പീച്ച് ഡിലേ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ബിഹേവിയറൽ പ്രോബ്ലം. ഇങ്ങനെയുള്ള കുട്ടികൾക്കൊരു വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പേഴ്സണലൈസ് ചെയ്ത് സ്പെസിഫിക് റീഹാബിലിറ്റേഷൻ ടെക്നീക്സ് യൂസ് ചെയ്ത് കൊടുക്കുന്നൊരു സർവീസിലും ഹെൽത്ത് കെയർ സർവീസിൽ ഫോക്കസ് ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഞങ്ങളുടെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അൻവർ ആണ് ഇന്ന് നമ്മുടെ കൂടെ. Hello, doctor. Hi. How are you? Fine, fine. How are you, doctor? All good, sir. Thank you. ഡോക്ടർ, ഓട്ടിസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഓട്ടിസം? ഇപ്പം വളരെയധികം ക്യാമ്പയിൻസ് ഉണ്ട്. WHO പല NGOs ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ കൂടുതലും നമ്മൾ ആലോചിക്കുന്നത് കുട്ടികൾ ഒരു എന്തോ വ്യത്യസ്തമായിട്ടുള്ള ഒരു കുട്ടി എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്താണ് ഓട്ടിസം? ഓട്ടിസം എന്ന് നേരത്തെ പറഞ്ഞു, ഇപ്പം നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. 1940 ലിയോ കാനൻ ആൻഡ് ഹാൻസ് ആസ്പെർജർ എന്ന രണ്ട് സ്പെഷ്യലിസ്റ്റുകളാണ് ഇതിനെ കൂടുതൽ പഠിച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്ത് വന്നിട്ടുള്ളത്. ഇതൊരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ് കുട്ടികളിൽ കണ്ടുവരുന്ന. അത് പക്ഷേ അവരുടെ ലൈഫ് ലോങ് നിലനിൽക്കാവുന്ന ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡറാണ്. അത് ഒരുപാട് സ്പെക്ട്രം ഉള്ളതുകൊണ്ടാണ് ASD അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ റീസെൻറ്റ് ഇയേഴ്സിൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ പേരൻസിനും ഫാമിലിയിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ കൂടുതലാണ്. ഇതൊരു കുട്ടിയിലുണ്ടാകുന്ന പലവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ന്യൂറോ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസിൻ്റെ ഒരു ഇഷ്യൂസാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. പ്രധാനമായും അതൊരു ഇൻട്രാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ്, ബിഹേവിയർ, അതായത് ഒരു ഏരിയയിൽ അവരെങ്ങനെ പെരുമാറണം, എങ്ങനെ മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യണം, ബിഹേവിയർ എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതൊരു ഒരു ഒരു ഫോമാറ്റുണ്ട്. നമ്മളതിന് ന്യൂറോ ടിപ്പിക്കൽ എന്ന് പറയും. നമ്മൾ ഒരാളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധാരണ ആളുകളെ ന്യൂറോ ടിപ്പിക്കൽ കമ്മ്യൂണിറ്റി ആളുകളെന്ന് പറയും. ഓട്ടിസം കുട്ടികൾ ഒരു ന്യൂറോ ഡൈവേർജൻ്റ് ആണ്. ഒരു പ്രശസ്ത സൈക്കോളജിസ്റ്റ് സ്റ്റീഫൻ ഷോർ പറയുന്നത്, ഇഫ് യു മെറ്റ് വൺ പേഴ്സൺ വിത്ത് ഓട്ടിസം യു മെറ്റ് വൺ പേഴ്സൺ വിത്ത് ഓട്ടിസം. ദാറ്റ് മീൻസ് എവറി ഓട്ടിസം പേഴ്സൺ ഓർ ചൈൽഡ് ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ അവരിൽ കുറേ കോമൺ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഈ നേരത്തെ പറയുന്ന 4 ഏരിയയിൽ തന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട്. ഒരാളിനെ കാണുമ്പോൾ അയാളുടെ കണ്ണിലേക്ക് നോക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അറ്റൻഷൻ തരുകയോ ചെയ്യാതിരിക്കുക, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, അത് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് കൃത്യമായി മറുപടി പറയുക. അതുപോലെ അതിന് ആക്ഷൻ ആൻഡ് കമാൻഡ്സിനനുസരിച്ചുള്ള ആക്ഷൻസ് ഉണ്ടായിരിക്കുക. പിന്നെ ബിഹേവിയർ, സോഷ്യൽ ക്യൂസും ബിഹേവിയറും ഒക്കെ സാധാരണ നമ്മൾ പെരുമാറാൻ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും കുട്ടികൾ മാറിപ്പോവുക, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകാതിരിക്കുക. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ചാലഞ്ചസിനെ എല്ലാം ആകത്തുകയാണ് ഓട്ടിസം എന്ന് പറയുന്നത്. അതുപോലെ അവർക്ക് റിപ്പറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ്, ചില മൂവ്മെൻറ്റ്സ് അവർ നമ്മളിപ്പോൾ ഇങ്ങനെ മുമ്പോട്ടും ആടുക അല്ലെങ്കിൽ സ്പിൻ ചെയ്യുക, ഇത്തരം മൂവ്മെൻറ്റ്സ് കുട്ടികളിലുണ്ടാവും. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികളില്ലാതിരിക്കുക, ഇതൊക്കെ ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സാണ്. അതോടൊപ്പം ഈ കുട്ടികളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഏജിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനോ റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പോൾ ന്യൂറോ ഡൈവർജൻറ്റ് സിറ്റുവേഷനാണ് ഒരു ഓട്ടിസം ചൈൽഡിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ സർ ഇതൊരു ഡു യു തിങ്ക് ഇറ്റ് ഇസ് എൻ ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി, അങ്ങനെയാണോ അതിനെ കാണുന്നത്? അതോ ഇപ്പോൾ ഡോക്ടർ പറയുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു നമുക്ക് ദേ ആർ ഡൈവേർജൻറ്റ്, ഒരു ഡിസീസ് ആയിട്ടല്ല നമ്മളതിനെ കാണുന്നത്, ദേ ആർ ഡിഫറെൻറ്റ് from other people or a child of the same age. Yes. അങ്ങനെയാണ്. സോ ഇത് how do we approach them? അല്ലെങ്കിൽ എത്ര നേരത്തെ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതോ ഇതൊരു ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി ആണ്?
ഇതിനകത്ത് അത് നല്ലൊരു ചോദ്യമാണ്. അത് ഓട്ടിസത്തിൻ്റെ ഒന്നുകൂടെ പറയാൻ ഓട്ടോ ഇൻറ്റു സെൽഫ്. ഓട്ടോ മീൻസ് സെൽഫ്, ഇസം മീൻസ് ഒരു സിറ്റുവേഷനാണ്. ഒരാൾ സ്വന്തമായി ഉള്ളിലേക്ക് ഒതുങ്ങുക, അല്ലെങ്കിൽ ഉള്ളിലുള്ള പ്രചോദനങ്ങൾ മാത്രം റിയാക്ട് ചെയ്യുക. യൂഷ്വലി നമ്മൾ പറയാറുള്ളത് ഇൻറ്റേർണൽ സ്റ്റിമുലസ്. ഓട്ടിസം കുട്ടികളിൽ ഇൻറ്റേർണൽ സ്റ്റിമുലസ് ആണ്. അത് പുറമേയുള്ള നിർദ്ദേശങ്ങളോ സ്റ്റിമുലേഷനോ ഒന്നും ഇല്ലാതിരിക്കുന്നൊരവസ്ഥ. അത് പേരൻസ് സാധാരണ കണ്ടു തുടങ്ങുന്നത് ഒരു 1.5 വയസ്സ് മുതൽ. യൂഷ്വലി നമ്മളെല്ലാം കുട്ടികളുടെ ഫിസിക്കൽ മൈൽസ്റ്റോണിനെ കുറിച്ച് കൺസേൺ ആണ്. അപ്പോൾ കുഞ്ഞ് അമ്മയെ നോക്കി ചിരിക്കുക, കമിഴ്ന്ന് വീഴുക, ഇരിക്കുക, നിൽക്കുക, നടക്കുക. അപ്പോൾ ഇതിൽ സംസാരവും ഇൻ്റലക്ച്വൽ, അതിനകത്തൊരു ഡിസബിലിറ്റി, ഇൻ്റലക്ച്വൽ ഡൈവർജൻസ് ആണ്. നമുക്ക് പലതരം ഇൻ്റലിജൻസ് ഉണ്ട്. ലാംഗ്വേജ് ഇൻ്റലിജൻസ്, അരിത്തമാറ്റിക് ഇൻ്റലിജൻസ്, സോഷ്യൽ ഇൻ്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ബയോകൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, ഡാൻസ്, സ്പോർട്സ്, ഇങ്ങനെയുള്ള പലതരം ഇൻ്റലിജൻസ്. ഈ ഇൻ്റലിജൻസിലെല്ലാം ചില ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ അതിനൊരു ഏജ് ഗ്രോയിങ് അനുസരിച്ചുള്ള ഒരു ഡെവലപ്മെൻറ്റോ ഇല്ലായിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണത്. അപ്പോൾ യൂഷ്വലി ഫിസിക്കൽ മൈൽ സ്റ്റോൺസ് കുഞ്ഞുങ്ങൾ അച്ചീവ് ചെയ്യുമെങ്കിലും അവരുടെ ഇൻ്റലക്ച്വൽ മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് മൈൽ സ്റ്റോൺസിനുണ്ടാകുന്ന ഡിലേ. ഇപ്പോൾ നമ്മൾ 1 വയസ്സിൽ വാക്ക് എന്തെങ്കിലും അക്ഷരം ഉച്ചരിക്കുക, സൗണ്ടിനോട് പ്രതികരിക്കുക. 2 വയസ്സ് മുതൽ വാക്കുകളും വയസ്സ് പ്രോഗ്രസ്സിനനുസരിച്ച് സെൻറ്റൻസുകളും നമ്മുടെ കമാൻഡ്സിനനുസരിച്ചുള്ള ആക്ഷൻസ് അവർ ചെയ്യുകയും ആക്ഷൻസ് അനുസരിച്ചുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യണം. പക്ഷേ യൂഷ്വലി കണ്ടുവരുന്നത് 2 വയസ്സിനും 3 വയസ്സിനിടയ്ക്ക് ഒരു റിഗ്രഷനാണ്. അവർ 2 വയസ്സിൽ അമ്മ, അച്ഛ അല്ലെങ്കിൽ ബാബ, മാമ എന്ന് വിളിച്ചിരുന്ന അത്തരം വാക്കുകൾ 2 വയസ്സ് കഴിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും അത് കുറഞ്ഞു വരും. അതൊരു പ്രധാനപ്പെട്ട ഒരു നോട്ടീസ് ചെയ്യേണ്ട ഒരു ഓട്ടിസം ഉണ്ടോ ഇല്ലേ എന്ന് അസസ് ചെയ്യേണ്ട ഒരു ഇൻഡിക്കേഷനാണ്. അതോടൊപ്പം വിളിക്കുമ്പോൾ നോക്കുക, അല്ലെങ്കിൽ മറ്റ് സൗണ്ടുകളോട് പ്രതികരിക്കാതിരിക്കുക, സറൗണ്ടിങ്സിൽ നിന്ന് അവർ ഒറ്റപ്പെടുക. അവർ മറ്റു കുട്ടികളോ സിബ്ലിങ്സ് ഉണ്ടെങ്കിലും അവരുടെ കൂടെ ചേർന്ന് കളിക്കാതിരിക്കുക. സ്വന്തമായ ചില യൂഷ്വൽ ടോയ്സ് അല്ലാത്ത ചിലപ്പോൾ ചിലർക്ക് പേനയായിരിക്കും, ചിലപ്പോൾ പേപ്പറായിരിക്കും. അതുകൊണ്ട് മാത്രം അവർ ഒരേ മൂവ്മെൻറ്റ്സ് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, റെപ്പറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടിസം ഉണ്ട്. ഓട്ടിസം നമ്മൾ അനലൈസ് ചെയ്യണം, അവർക്ക് അസസ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ എന്നുള്ള ഇൻഡിക്കേഷൻസ് ആണ്. അതോടൊപ്പം നമ്മൾ വിളിച്ചാൽ നോക്കാതിരിക്കും. പിന്നെ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ആവശ്യമുണ്ടല്ലോ, വെള്ളം ആവശ്യമുണ്ടല്ലോ, അത് ചോദിക്കാതെ ഒരു ചിലപ്പം അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടുപോയി ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ അവർ ചെറിയ ഇൻഡിക്കേഷൻസ് തരുകയോ ചെയ്യുക. ഇതൊക്കെ അതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ ഒരു റെഗുലർ പ്രാക്ടീസിൽ ഒരു കുട്ടിയെ കൊണ്ടൊരു പേരൻറ്റ് വരുന്നു, അവർ നോട്ടീസ് ചെയ്യുന്നതിൽ ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളാവാം. അപ്പം എല്ലാവരുടെ ഒരു ഫസ്റ്റ് വൺ കുഡ് ബി നമ്മളുടെ ഡയഗ്നോസിസ് പറയുമ്പം വിത്ത് എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമുണ്ട് എന്ന് അംഗീകരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടും കൊണ്ടാവാം. അല്ലെങ്കിൽ ദേ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ എ റീസൺ, എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഇത് വന്നു. അങ്ങനൊരു റീസൺ ഉണ്ടോ? നമുക്കിപ്പോൾ ഒരു ഓട്ടിസം നമ്മളൊരു വേറെ ഏതെങ്കിലും ഒരു ഡിസീസിന് വരുമ്പോൾ ഇതും കൊണ്ടാവാം എന്ന് പറയുന്നത് പോലെ, ഇസ് ദർ എ പെർട്ടിക്കുലർ റീസൺ വി ക്യാൻ പോയിന്റ് ഔട്ട് ഇതും കൊണ്ടായിരിക്കാം? അതൊരു വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന് സ്പെസിഫിക് ഡയഗ്നോസും ഇല്ല, ലൈക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ്, ഒരു സ്കാൻ അല്ലെങ്കിൽ ഒരു അങ്ങനെ ടെസ്റ്റുകളൊന്നുമില്ല. കുട്ടികളിൽ ഇപ്പോൾ എപ്പിലെപ്സി ഉള്ള കുട്ടികളിലാണെങ്കിൽ, അതായത് സീഷേഴ്സ് ഉള്ള കുട്ടികളിലാണെങ്കിൽ EEG എടുക്കാം, MRI എടുക്കുമ്പോൾ MRI എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതറിയാം. പക്ഷേ യൂഷ്വലി അതൊന്നും ഇല്ലാത്ത, അസോസിയേറ്റഡ് ഇല്ലാത്ത ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ കുട്ടികളിൽ ബ്ലഡ് ടെസ്റ്റിലോ സ്കാനിങ്ങിലോ ഒന്നും യാതൊരു ചേഞ്ചസും ഉണ്ടാവില്ല. പക്ഷേ പല കാരണങ്ങൾ ഇതിന് കാരണമായേക്കാമെന്നുള്ള തിയറീസ് ഉണ്ട്. ജനറ്റിക് ഫാക്ടേഴ്സ്, ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത്തരം ഇൻ്റലക്ച്വൽ ഡൈവർജൻസോ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതൊരു കാരണമാകാം. പിന്നെ ഡി നോവോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജനറ്റിക് മ്യൂട്ടേഷൻ ആ കുട്ടിയിൽ സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചില ഡീജനറേറ്റീവ് കണ്ടീഷനിൽ, ഉദാഹരണം ഫ്രജൈൽ എക്സ് അല്ലെങ്കിൽ റെറ്റ് സിൻഡ്രോം അല്ലെങ്കിൽ ഫ്രജൈൽ എക്സ് സിൻഡ്രോം, ഇങ്ങനെയുള്ളതിലും ഓട്ടിസം സ്പെക്ട്രം അസോസിയേറ്റഡ് ആയിട്ട് വരാം. ഇത് കൂടാതെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഒരു കാരണമാണ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ലേറ്റ് പേരൻറ്ഹുഡ്, അതായത് ഇപ്പോൾ എല്ലാവരും സെറ്റിൽഡ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞിട്ട്, എസ്പെഷ്യലി മദറും അല്ലെങ്കിൽ പെറ്റേണൽ സൈഡിൽ നിന്നും
ലേറ്റ് പ്രഗ്നൻസി ഒരു കാരണമായി ചില കേസുകളിൽ ചില സ്റ്റഡീസ് പറയുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഉള്ള ഒരു ഐസൊലേറ്റഡ് ഫാമിലിയിൽ കമ്മ്യൂണിക്കേഷൻസ് കുറയുന്നത് കൊണ്ട് അതും ഒരു കാരണമായി മാത്രമേ പറയുന്നു. സ്പെസിഫിക് കാരണം ഇതൊന്നും ആയിരിക്കണം എന്നില്ല. പല കാരണങ്ങളിൻ്റെ ഒരു കോമ്പിനേഷൻ ആകാം. അത് കൃത്യമായൊരു ഡയഗ്നോസിസ് മെത്തേഡ് ഇല്ലെങ്കിലും അതിന് പല ടൂൾസ് ഉണ്ട്. ഓക്കെ. അപ്പം ഹോൾഡിങ് ഓൺ ടു ദാറ്റ്, നമ്മളിപ്പോൾ പറയല്ലോ ഒരു ഇൻഡിവിജ്വലിനെ ഫോം ചെയ്യുന്നത് ഇറ്റ് ഈസ് ഈദർ നേച്ചർ ഓർ നേർച്ചർ എന്നാണ് അല്ലേ? അപ്പോൾ ഡോക്ടർക്ക് അറിയാം നേച്ചർ ആൻഡ് നേച്ചർ. ഇപ്പോൾ സൈക്കോളജി പറയുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് കോൺസെപ്റ്റ്. അപ്പം ഇസ് ദർ എനി സിഗ്നിഫിക്കൻസ് ഓഫ് നേർച്ചർ? നമ്മളൊരു കുഞ്ഞിനെ വളർത്തുന്ന രീതി, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ എൻവയൺമെന്റ്, അതൊക്കെ ഇതിൻ്റെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണോ, അതോ നേച്ചർ ആണോ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ? ഇതിനകത്ത് അതൊരു വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡിസ്കഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു കുട്ടിക്ക് ഏത് ടൈപ്പാണെന്ന് അറിയാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ടൂൾസ് ആണ്, കുറേ ക്വസ്റ്റ്യനെയറാണ്. ആ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യനെയറിൽ ഇപ്പോൾ DSM-5 സ്കെയിൽ, അല്ലെങ്കിൽ MCHAT, അല്ലെങ്കിൽ CARS 2, ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അത് പേരൻസിൻ്റെ അടുത്തുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയർ, അത് കഴിഞ്ഞിട്ട് ഈ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിഷ്യൻ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്ന ടീം ആ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ ബിഹേവിയർ എല്ലാം ഒബ്സർവ് ചെയ്തിട്ട് അസസ് ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ അതിൽ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ഇങ്ങനെ പല കാറ്റഗറീസ് ഉണ്ടാകുക. ഈവൻ നോൺ വെർബൽ ഓട്ടിസം, ഒട്ടും സംസാരിക്കുക പോലും ചെയ്യാത്ത ഓട്ടിസം, എനിവേ ഇറ്റ്സ് എ ലൈഫ് ലോങ് ഡിസബിലിറ്റിയാണ്. അപ്പം അതിൽ എത്ര മാത്രം ഈ പറഞ്ഞൊരു സ്കൂളാണോ, എൻവയോൺമെൻ്റ് ആണോ, പേരൻറ്ഹുഡ് ആണോ എന്നുള്ളതിൽ എല്ലാ ടീമിനും ഈക്വലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് പേരൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന്, പക്ഷേ ചില പേരൻസ് അത് മനസ്സിലാക്കിയാലും അതവർ പുറത്ത് പറയാനോ അല്ലെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് അക്സെപ്റ്റ് ചെയ്യാനോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പല പേരൻസും അത് എൻ്റെ കുഞ്ഞിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ എൻ്റെ ബന്ധുവിൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇപ്പം ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് കോഗ്നിഷൻ ബൈ ദ ഏജ് ഓഫ് 2 ഒരു 70 to 75% നടന്നിരിക്കും. ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ 80% അവർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, നോളജ് ആക്കുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു, വിസ്ഡമാക്കി മാറ്റുന്നത് ഒരു 3 വയസ്സുള്ള 80-90% നടക്കും. ഈ സമയത്ത് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ, നേരത്തെ തന്നെ ഇടപെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്, പേരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിബിലിങ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അവർക്ക് അതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ്, എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ തെറാപ്പി സെൻറ്ററിൽ പോവുകയാണെങ്കിൽ ക്ലോസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫാമിലി, തെറാപ്പി സെൻറ്റർ ആൻഡ് സ്കൂളിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സ്കൂളോ നോർമൽ സ്കൂളോ പോവുകയാണെങ്കിൽ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും ഓരോ സ്റ്റേജിലും ഇമ്പോർട്ടൻ്റ് ആണ്. അത് അതിന് പല മെത്തേഡ്സും അത് ആവശ്യമാണ് തെറാപ്പിയിൽ. ഓക്കെ. അപ്പം ഹൗ ഡു വി അപ്രോച്ച് ഒരു ട്രീറ്റ്മെൻറ്റ്? ഇപ്പം ഓട്ടിസം ഡയഗ്നോസ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് കാണുന്ന ഒരു കുട്ടിയുള്ള പേരൻസ്, അവരുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇപ്പം യൂഷ്വലി കുട്ടികളാവുമ്പം എല്ലാവർക്കും നമുക്കൊരു പീഡിയാട്രീഷ്യൻ ഉണ്ടാവും കോമൺ ആയിട്ട് അല്ലേ? നമുക്കൊരു മേ ബി കുഞ്ഞിനെ ചെറിയ പ്രായം തൊട്ടേ കാണുന്ന ഒരാളാണ്. അപ്പം ആദ്യം പോകുന്നത് ഒരു നോർമൽ പീഡിയാട്രിക് അപ്പോയിൻമെൻറ്റിലായിരിക്കാം. അപ്പം അതാണോ റൈറ്റ് വേ, ഓർ ഷുഡ് ദേ ഗോ ടു എ സൈക്കോളജിസ്റ്റ്? ഷുഡ് ദേ സ്റ്റാർട്ട് തെറാപ്പി? ഹൗ ടു സ്റ്റാർട്ട് വിത്ത് ഇറ്റ് ഇൻ യുവർ ഒപ്പീനിയൻ? യൂഷ്വലി പീഡിയാട്രീഷ്യൻ ഓഫ് കോഴ്സ് അവരോട് ഈ കേസിൽ ഒരു ഇനിഷ്യൽ ഗൈഡൻസ് ചിലപ്പോൾ ഫാമിലിക്ക് കൊടുക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കും. കുഞ്ഞിന് ഇങ്ങനെ ഡിലേ ഉണ്ടെന്ന് പറയുമ്പോൾ പീഡിയാട്രീഷ്യൻ അതിൽ ഒബ്സർവ് ചെയ്തിട്ട് ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് ആണ് യൂഷ്വലി റെഫർ ചെയ്യാറുള്ളത്. ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ചിലപ്പോൾ റെഫർ ചെയ്യാം. ന്യൂറോളജിസ്റ്റ് നോക്കിയിട്ട് ഈ പറഞ്ഞ ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഇൻ ദ സെൻസ് ഇൻ ടേംസ് ഓഫ് അവരുടെ റെഗുലർ മെഡിക്കേഷൻ വേണ്ട ഇഷ്യൂ ഇല്ലെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും
അധികം താമസിയാതെ തെറാപ്പി തുടങ്ങുകയാണ് വേണ്ടത്. പല പേരൻസും വരുമ്പോൾ ഓട്ടിസം സ്പെഷ്യലൈസ് ചെയ്യുന്ന സെൻറ്ററിലേക്ക് വരുമ്പോൾ പറയുന്നത് മകൻ സംസാരിക്കില്ല, വിളിച്ചാൽ നോക്കില്ല, ഒറ്റയ്ക്കിരുന്ന് കളിക്കുക, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി, അതായത് കൂടുതൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതിൽ ഓട്ടിസത്തിൻ്റെ കൂടെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി അസോസിയേറ്റ് ആയിട്ടും വരാണ്. അപ്പോൾ ഒരു ഫാമിലി, ഒരു പാരൻറ്റ് ഒരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ അവിടെ ഇനിഷ്യലി പറഞ്ഞ സ്കോഴ്സ് വഴി അവർ അസസ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടത്തിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇനിഷ്യൽ അസസ്മെൻ്റാണ് ആദ്യം നടത്തുക. അതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം അതിന് വേണം. ഒരു മെഡിക്കേഷൻ, അതിനകത്തൊരു സ്പെസിഫിക് മെഡിക്കേഷൻ ഇല്ല. മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറയുമ്പോൾ അതിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഡെഫിനറ്റായിട്ട് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ടാവണം, ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് ഉണ്ടാവണം. ഒക്യുപ്പേഷൻ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കുട്ടിയുടെ ഡെയിലി ലിവിങ്ങിന് ആവശ്യമായ ഹാൻഡ്, ഐ ആൻഡ് ബ്രെയിൻ കോർഡിനേഷൻ അസോസിയേറ്റഡ് എല്ലാ മൂവ്മെൻറ്റ്സും. പിന്നെ ബിഹേവിയറൽ തെറാപ്പി, കുഞ്ഞിൻ്റെ ഏജ് പ്രോഗ്രസിന് ബിഹേവിയറൽ തെറാപ്പിസ്റ്റ്, ABA തെറാപ്പി. അതുകൂടാതെ സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പി. അതിൽ കുഞ്ഞുങ്ങൾക്ക്, ഓട്ടിസം കുട്ടികൾക്ക് സെൻസറി ഇഷ്യൂസ് ഉണ്ടാകാം, സെൻസറി ചാലഞ്ചസ് ഉണ്ടാകാം. നമ്മുടെ മേജർ സെൻസ് ഓർഗൻസ്, സ്കിൻ, ഐസ്, ഇയർ, നോസ്, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ സെൻസറി ഇഷ്യൂസ്, ഈവൻ മൗത്തിൽ അവർക്ക് ചില ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ടാകും, സ്പെസിഫിക് കോൺസിസ്റ്റൻസി ഉള്ള ഫുഡ് അവർക്ക് പറ്റില്ല. ചിലപ്പോൾ ടച്ച് അവർക്ക് ഇറിറ്റേഷൻ, തൊട്ടാൽ പെയിൻ കുറയും. ആ പെയിൻ, വലിയ പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ അറിയാതിരിക്കുക. ഇനി അഥവാ പെയിൻ ചെറിയ ചില ജസ്റ്റേഴ്സ് ഇഷ്ടമില്ലാതിരിക്കുക. ചില സൗണ്ട്സ്, ചിലപ്പോൾ മിക്സിയുടെ സൗണ്ട് അല്ലെങ്കിൽ പ്രഷർ കുക്കറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആകുക. ചില ലൈറ്റ്സിനോട് ഹൈപ്പർ റിയാക്ഷൻ ഉണ്ടാകുക. ഇതൊക്കെ സെൻസറി ചാലഞ്ചസ് ആണ്. അപ്പോൾ സെൻസറി ഇൻ്റഗ്രേഷൻ പ്രോഗ്രാം. അതുകൂടാതെ അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അവരുടെ ഗട്ട് ബ്രെയിൻ ആക്സിസ്. വളരെ വലിയ തിയറികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഓട്ടിസം കുട്ടികളിൽ ഗട്ട് ബ്രെയിൻ ആക്സിസിന് റോൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ സെൻറ്ററിൽ ഒരു പ്രത്യേകതയും അതാണ്. എന്നാൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രഡീഷണൽ പ്ലസ് മോഡേൺ തെറാപ്യൂട്ടിക്കൽ അപ്രോച്ച്, സ്പീച്ച് തെറാപ്പി, occupational therapy with biofeedback, and behavioral ABA therapy, sensory integration therapy, and massage therapy. കുഞ്ഞുങ്ങൾക്ക് സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക്, എസ്പെഷ്യലി ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മസാജ് തെറാപ്പി, ആയുർവേദിക് മസാജ് തെറാപ്പി വളരെ എഫക്റ്റീവാണ്. അതുപോലെ നമ്മൾ മെഡിക്കേഷൻ എന്തെങ്കിലും വേണ്ടി വന്നാൽ സപ്ലിമെൻറ്റ്സ് അവർക്ക് കൊടുക്കാറുണ്ട്. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രെയിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. അതോടൊപ്പം അവരുടെ ഗട്ട് ഇഷ്യൂസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോമിയോ മെഡിക്കേഷൻസും ആയുർവേദിക് സപ്ലിമെൻറ്റ്സും നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഇതിന് ആവശ്യമാണ്. ഓക്കെ ഡോക്ടർ, ഒരു ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ് ഇറ്റ് ഒരു വി നോ ഇറ്റ് ഇസ് എ ഡെവലപ്മെന്റൽ ഇഷ്യൂ. കുറെ കാര്യങ്ങൾ മേ ബി പേരൻസ് തിങ്ക് ചെയ്യുന്നതാകാം. ചില വളരെ മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മേ മാസ്ക് അപ്പ് വിത്ത് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഏജ് പ്രോഗ്രസ് ചെയ്യുന്നതും കൊണ്ട് അത് മാറിയേക്കാം എന്ന് വിശ്വസിക്കുന്ന പേരൻസ് ഉണ്ടാവാം. അതല്ലാതെ നമ്മൾ ഈ ഒരു ഡയഗ്നോസിസ് ആസ് സച്ച് ഇമ്പോർട്ടൻ്റ് ആണോ, അതോ ക്യാൻ വി ഗോ അബൌട്ട് എന്താണ് അതിൻ്റെ പ്രസൻറ്റേഷൻ, അതിനനുസരിച്ചുള്ള ഹെൽപ്പ് കൊടുത്ത് ക്യാൻ വി ബ്രിങ് ദം ബാക്ക് ടു നോർമൽ ഓർ ഓൾമോസ്റ്റ് നോർമൽ ലൈഫ്? ഇതിൽ ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഓട്ടിസത്തിൻ്റെ ഏജ് പ്രോഗ്രസ്സിനനുസരിച്ച് ഈ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ടൂൾസിൽ ഡയഗ്നോസിസിൻ്റെ റേഞ്ചസ് മാറാം. പക്ഷേ ചില പേരൻസ്, വളരെ ചുരുക്കം പേരൻസെങ്കിലും, അവർ ആദ്യം ഒരു ഡയഗ്നോസ് ചെയ്തിട്ട് പിന്നെ വെയിറ്റ് ചെയ്യാതെ ഡയഗ്നോസിസിൻ്റെ കൺഫർമേഷൻ കൊണ്ട് വെയിറ്റ് ചെയ്യുന്നപ്പോൾ അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡിലേ, സ്പീച്ച് ഡിലേയോ, ഈ പറഞ്ഞ സോഷ്യൽ ഐസൊലേഷനോ, ഹൈപ്പർ ആക്ടിവിറ്റിയോ, അല്ലെങ്കിൽ സോഷ്യൽ ക്യൂസ് മനസ്സിലാകാതിരിക്കുക ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഏർലി ഇൻ്റർവെൻഷൻ ഈസ് വെരി ഇഫക്റ്റീവ് ഇൻ ഓട്ടിസം സ്പെക്ട്രം ചിൽഡ്രൻ. കാരണം അപ്പോൾ രണ്ടാമത്തെ വയസ്സിൽ കുഞ്ഞിന് ചെയ്യുന്ന ഒരു സ്കോറിങ് ആയിരിക്കില്ല മൂന്നാമത്തെ വയസ്സ് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടാറുള്ളൂ. അത് തെറാപ്പി എടുത്താൽ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അവരെ കഴിയുന്നത്ര അവരുടെ ലൈഫ് ഈസിയാക്കാനും സോഷ്യൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും ഇൻട്രാക്ഷൻ, മറ്റുള്ളവരൊക്കെ ഇൻട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഗൈഡൻസ് എത്രയും ഇൻറ്റൻസീവായിട്ടും എത്രയും
ഇഫക്റ്റീവായിട്ടും കൊടുക്കുന്നു, അത്രയും നമുക്ക് അവരെ നമ്മളെ ഈ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഒരു മൈൽഡ് ടു മോഡറേറ്റ് ലെവൽ ആണെങ്കിൽ വി ക്യാൻ ഗിവ് ദം ദ മാക്സിമം ക്വാളിറ്റി ഓഫ് ലൈഫ് ഇഫ് വി സ്റ്റാർട്ട് വിത്ത് ഏർലി ഇന്റർവെൻഷൻ. ഡെഫിനറ്റ് ആയിട്ട്. കാരണം അവർക്ക് സ്പീച്ചിൽ ഇത് പിക്ചർ റീഡിങ് അവർക്ക്, അതായത് നമ്മുടെ ഓറൽ പ്ലേസ്മെന്റ് തെറാപ്പീസ് പോലുള്ള തീരെ സംസാരം ഇല്ലാത്തവർക്ക് പിക്ചർ റീഡിങ് അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പറഞ്ഞു കൊടുക്കുന്നു. എന്തൊക്കെയാണ് സയൻസ്, സോഷ്യലി നമ്മൾ കാണുന്ന സയൻസ് എന്താണ്, അല്ലെങ്കിൽ ചില ഇൻഡിക്കേഷൻസ് എന്താണ്, ഇതിനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവരത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം ഒരാളെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് കിട്ടുകയാണ്, തീർച്ചയായിട്ടും അവർ പഠിക്കുന്നു, അവർ റെസ്പോണ്ട് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഇത്രയും ഇഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തെറാപ്പിയും നേരത്തെ കൊടുത്തു തുടങ്ങുന്നു, അത്രയും അവർ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഏജ് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇപ്പോൾ നമ്മളൊരു 2 വയസ്സുള്ള കുട്ടിയെ ഈ പറഞ്ഞ ഓട്ടിസം മൈൽഡോ മോഡറേറ്റ് കാറ്റഗറിയിലോ കുട്ടിയെ തെറാപ്പിയിൽ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ റിസൾട്ട് കുറവായിരിക്കും ഒരു 5 വയസ്സോ 7 വയസ്സിൽ നമ്മൾ തുടങ്ങുമ്പോൾ. സോ ഏജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി സ്റ്റാർട്ട്. യെസ്. അതുപോലെ ചിലപ്പോൾ ലാക്ക് ഓഫ് അവർക്ക് പ്രോപ്പർ ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചില പേരൻസ് ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് വിടുക, അല്ലെങ്കിൽ പ്രീ സ്കൂളിലേക്കോ കിൻഡർ ഗാർഡനിലേക്കോ ഒക്കെ വിടുമ്പോൾ അത് ചിലപ്പോൾ ചില കുട്ടികളെ സപ്പോർട്ട് ചെയ്തേക്കാം. പക്ഷേ അവിടെയും അവർ ഐസൊലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ച് സെയിം ടൈം ഇവർ ഇങ്ങനെ കിൻഡർ ഗാർഡനിലൊക്കെ വിടുകയാണെങ്കിലും ഒരു തെറാപ്യൂട്ടിക് സപ്പോർട്ടും വേണം. അവിടെ തെറാപ്യൂട്ടിക് അപ്രോച്ച് ആയിരിക്കില്ല, ഒരു സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്സിലായിരിക്കും ഈ തെറാപ്യൂട്ടിക് അപ്രോച്ച് കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നത്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ ഒന്നൊരു പോസ്റ്റ് കോവിഡ് ഇറ, റൈറ്റ്? സെക്കൻഡ് തിങ് ഇസ് എവറിത്തിങ് ഹസ് ഗോൺ ഡിജിറ്റൽ. അപ്പോൾ ഇപ്പൊ പല പേരൻസിനും നമ്മുടെ ഒക്കെ വീടുകളിലുള്ള കുട്ടികൾ മാത്രമല്ല അഡൾട്ട്സിനും ഉള്ളൊരു പ്രശ്നമാണ് സ്ക്രീൻ ടൈം. ഈ സ്ക്രീൻ ടൈമും ഓട്ടിസവുമായിട്ട് എന്തെങ്കിലും ഒരു ഡയറക്റ്റ് ലിങ്ക് ഉണ്ടോ? സ്ക്രീൻ ടൈമും ഓട്ടിസവുമായിട്ട് ഒരു ഡയറക്റ്റ് ലിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൃത്യമായ എവിഡൻസ് ഇല്ല. പക്ഷേ ADHD ചിൽഡ്രനിൽ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. ഓട്ടിസത്തിൻ്റെ അതിൽ കൂടെ കോഎക്സിസ്റ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ്. അതിന് ഒരുപാട് റോളുണ്ട്. അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യും, അതിൽ നിന്ന് അവരെ മാറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഹൈപ്പർ ആവുകയും ഇറിറ്റേറ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടിസം കുട്ടികളിൽ അവർക്ക് ഒരു ഇന്റേണൽ സ്റ്റിമുലസ് മാത്രമായിരിക്കും, അവരുടെ ഇന്റേണൽ നിർദ്ദേശങ്ങൾക്ക് അവർക്ക് തോന്നുന്ന അനുസരിച്ചാണ് അവർ റിയാക്ട് ചെയ്യാൻ ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ ADHD അങ്ങനെയല്ല, എക്സ്റ്റേണൽ സ്റ്റിമുലസിന് അവരെ റിയാക്ട് ചെയ്യും. പക്ഷെ മിക്സ്ഡ് ടൈപ്പ് ആണെങ്കിൽ ഇത് രണ്ടും ചിലപ്പോൾ സംഭവിക്കാം. അവർക്ക് സ്ക്രീൻ ടൈം കൂടുതൽ ദോഷം ചെയ്യും. ഓട്ടിസം കുട്ടികളിൽ പക്ഷേ സ്ക്രീൻ നമുക്ക് ഇവിടെയും തെറാപ്പിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഡിജിറ്റൽ യൂസേജ് വേണം. കാരണം ഇനിയുള്ള ലൈഫിൽ ഒരു ഡിജിറ്റൽ യൂസേജ് ലൈഫിൽ നിന്ന് മാറി എന്നുള്ള ലൈഫ് സാധ്യമല്ല. അപ്പോൾ അവർക്ക് അതിന് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. കാരണം സാധാരണ എസ്പെഷ്യലി UAE പോലുള്ള കൺട്രിയിൽ അല്ലെങ്കിൽ പാരൻസ് വർക്ക് ചെയ്യുന്നിടത്ത് അവർ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും സ്ക്രീൻ കൊടുത്ത് കുഞ്ഞിനെ അതിൽ സ്ലോലി അത് അഡിക്റ്റഡായി അത് പോകുന്നൊരവസ്ഥയാണ്. അത് തിരിച്ചറിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം പിടിച്ച് വായിക്കുമ്പോൾ നന്നായി കുട്ടി റിയാക്ട് ചെയ്യുന്നു, ഹൈപ്പർ ആക്റ്റീവ് ആവുന്നു, അഗ്രസീവ് ആവുന്നു. അപ്പോൾ അതിനും ഒരു വീനിങ് തെറാപ്പി തന്നെ വേണം. ഓക്കെ, റൈറ്റ്. Is there a role for food or diet? Because കുട്ടികളുടെ when it comes to the pediatric population, നമ്മൾ ഒരിക്കലും അവരുടെ ഒരു ഡയറ്റിന്റെ കാര്യത്തിന് നമ്മളൊരു വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എല്ലാവരും maybe after teenage or when you get into early adulthood for aesthetic purposes അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് എന്നുള്ള രീതിയിലായിരിക്കാം കൂടുതലും people get into diet and lifestyle. കുട്ടികളുടെ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലും ഇതേപോലെ ഓട്ടിസം ഓർ എനി അതർ ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലിനൊരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരുപാട് സ്റ്റഡീസും റിസർച്ചസും ഹൈപ്പോത്തസിസും ഒക്കെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഗട്ട് ഡിസ്ബയോസിസ്, നമുക്ക് നമ്മുടെ ഒരു കൊളോണിലുള്ള അല്ലെങ്കിൽ നമ്മുടെ GI ട്രാക്റ്റിലുള്ള ഗുഡ് ബാക്ടീരിയാസിൻ്റെ കുറവ്, ഗുഡ് ബാക്ടീരിയ പ്രോബയോട്ടിക്സിൻ്റെ ഒരു ഗട്ട് ഡിസ്ബയോസിസ് ഓട്ടിസത്തിൽ ഒരു വളരെ ഒരു നല്ലൊരു റോൾ ഉണ്ടെന്നുള്ളത് ചില തിയറീസ് ഉണ്ട്. ഇതിൽ ഡയറ്റിൽ ഡയറക്റ്റ് ചോദിച്ചാൽ ഓട്ടിസം അസോസിയേറ്റഡ് വിത്ത് ADHD കുട്ടികളിൽ തീർച്ചയായിട്ടും ഷുഗറി ഫുഡ് അല്ലെങ്കിൽ എക്സസ് കാർബോഹൈഡ്രേറ്റ്, എക്സസ് എനർജിയുള്ള കഫീൻ, ചോക്ലേറ്റ്സ്, കാൻഡീസ്, ഷുഗറുള്ള കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവുന്നു, ഹൈപ്പർ ആക്റ്റീവ് ആവുന്നു. അതുകൊണ്ട് തന്നെ
നമ്മുടെ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുടെ ഡയറ്റിൽ ഫോക്കസ് ചെയ്യാറുണ്ട്. അതൊരു ഒരു കൗൺസിലിംഗ് പോലെ പേരൻസിന് കൊടുക്കാറുണ്ട്. ഒരു ചില മെഡിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്ലിമെൻറ്റ്സ്, ആയുർവേദ, ഹോമിയോ മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡയറ്റ്. കുഞ്ഞിന് ഈ നമ്മൾ പറയുന്ന പോലെ ഒരു മൈക്രോന്യൂട്രിയൻസ് ആൻഡ് ഫൈറ്റോന്യൂട്രിയൻസ് എവറി മീലിൽ ഉണ്ടാകുന്നുള്ളൊരു ഗൈഡൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളുണ്ട്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. വിൽ കീപ് ദ ഡിസ്കഷൻ ഗോയിങ്. നമുക്ക് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്താണ് ഇതിനൊരു സ്പെസിഫിക് തെറാപ്പി, കുറച്ചും കൂടെ റോൾ ഓഫ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സിനൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.